ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗമിസ്സാണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റ് ആയിട്ടും പവർ ആയിട്ട് ഇരിക്കല്ലേ. അപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എക്സാം ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് മിസ്സിന് അറിയാം. അപ്പൊ നമ്മൾ ആ മെഗാ മാരത്തോൺ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഇരിക്കുകയും നമുക്ക് സൂപ്പർ സിസ്റ്റം ബൂസ്റ്ററും എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ മക്കളെ, ഇന്ന് മിസ് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനും ആയിട്ടാണ് വന്നിട്ടുള്ളത്. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കല്ലേ. ആദ്യം തന്നെ എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, എക്സിക്യൂട്ടീവോ അതേപോലെ ലെജിസ്ലേറ്ററോ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ജുഡീഷ്യറി ആക്റ്റീവായിട്ട് ആ റോള് പ്ലേ ചെയ്യണം എന്നാണ് പറയുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം 1979 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മെറിറ്റും ഡിമെറിറ്റ്സും നമുക്കുണ്ട്. മെറിറ്റിൽ പറയുകയാണെങ്കിൽ കോടതിക്ക് നമുക്ക് ഒന്നുകൂടെ ജുഡീഷ്യറിക്ക് റൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. പക്ഷെ ഡിമെറിറ്റ്സിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് കേസുകളും കാര്യങ്ങളും കോടതിയിലുണ്ട്. അപ്പൊ ഇത് വരുമ്പോൾ കുറച്ചുകൂടി ബേർഡൻ ആവും. അതേപോലെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറും നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതിനും കാരണമാവുന്നുണ്ട്. സോ ഇതാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗ്രാമസഭയുടെ റോളാണ് നോക്കുന്നത്. ഗ്രാമസഭ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് പഞ്ചായത്ത് രാജില് ഒരു വില്ലേജില് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഗ്രാമസഭകൾ ജനങ്ങളോട് വളരെ ക്ലോസ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റോഡുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പ്രൈമറി സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളിൽ ഓട് പൊളിഞ്ഞു വീണ് നമുക്ക് പുതിയത് വെക്കണം, അവിടേക്ക് വരുന്ന റോഡ് കുറച്ചുകൂടെ നന്നാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ ഈ ഒരു ഗ്രാമസഭ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വില്ലേജിൽ എന്ത് ചെയ്യും, ഒരുപാട് ഡെവലപ്മെന്റ്സ് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഡെവലപ്മെന്റ് വികസനം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം മക്കളെ, ഇന്ത്യയിലെ സുപ്രീം കോടതിയെ നമുക്കറിയാലോ പരമോന്നത കോടതിയാണ് അല്ലെ. സുപ്രീം കോടതിയുടെ ജുറിസ്ഡിക്കേഷൻ നമ്മളോട് അധികാര പരിധിക്കാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇന്ത്യയിൽ പ്രധാനമായും നമുക്ക് സുപ്രീം കോടതി, ഹൈക്കോടതി, സബോർഡിനേറ്റ് കോടതി, ഡിസ്ട്രിക്ട് കോടതിയാണുള്ളത്. ഇതിൽ ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ ജുറിസ്ഡിക്കേഷനിൽ ആദ്യം തന്നെ വരുന്നത് ഒറിജിനൽ ജുറിസ്ഡിക്കേഷൻ ആണ്. ഒറിജിനൽ ജുറിസ്ഡിക്കേഷനിൽ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എവിടെയായിരിക്കും? സുപ്രീം കോടതിയിൽ തന്നെയായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഇഷ്യൂസ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. സോ ഇതൊക്കെ നമുക്ക് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എവിടെയാണ്? സുപ്രീം കോടതിയിലാണ്. ഇതിനെ ഒറിജിനൽ ജുറിസ്ഡിക്കേഷൻ എന്ന് വിളിക്കും. അടുത്തത് അപ്പീലേറ്റ് ജുറിസ്ഡിക്കേഷൻ ആണ്. മക്കളെ, അപ്പീല് പോവാന്ന് കേട്ടിട്ടില്ലേ? കലോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് സബോർഡിനേറ്റ് കോടതിയോ ഹൈക്കോടതിയോ നമുക്ക് വേണ്ടിയിട്ടുള്ള, നമ്മളെ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു വിധി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പീലിന് പോകും. എവിടേക്ക്? സുപ്രീം കോടതിയിലേക്ക്. സോ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയല്ല? സുപ്രീം കോടതിയിലല്ല, അപ്പീലേറ്റ് ജുറിസ്ഡിക്കേഷന്റെ കാര്യത്തിൽ. അടുത്തത് റിട്ട് ജുറിസ്ഡിക്കേഷനാണ്. മക്കളെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന അവസരത്തിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി ചില റിട്ടുകൾ പുറപ്പെടുവിക്കും. പ്രധാനമായും 5 റിട്ടുകളാണ് നമുക്കുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറണ്ടോ, സെർഷ്യോറി പ്രോഹിബിഷൻ. ഓക്കെ, അടുത്തത് അഡ്വൈസറി ജുറിസ്ഡിക്കേഷൻ. ഇത് കേസും കാര്യങ്ങളും ഒന്നുമല്ല. നമുക്കിപ്പോ രാജ്യത്തിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണല്ലോ. അങ്ങനെ ഈ ഒരു ബില്ല് നിയമമാകുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമോ, അല്ലെങ്കിൽ അതിന് എത്രത്തോളം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ഉണ്ട്, സോ ഇതിനെ കുറിച്ചൊന്ന് അഡ്വൈസ് അറിയാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന് നമ്മളെ ജുഡീഷ്യറിനെ അപ്രോച്ച് ചെയ്യും. അപ്പൊ ജുഡീഷ്യറി അതിന് വേണ്ട എന്ത് നൽകും? അഡ്വൈസസും കാര്യങ്ങളൊക്കെ നൽകും. അതാണ് നമ്മുടെ അഡ്വൈസറി ജുറിസ്ഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് മക്കളെ നമുക്ക് പോകാം. FPTP സിസ്റ്റവും PR സിസ്റ്റവുമാണ് ചോദിക്കുന്നത്. FPTP സിസ്റ്റവും PR സിസ്റ്റവും. FPTP നമുക്കറിയാം എന്താണ്? ചെറിയൊരു ജിയോഗ്രഫിക്കൽ യൂണിറ്റിലാണ് നടക്കുക. PR സിസ്റ്റം എന്താണ്? ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് കാണാം PR സിസ്റ്റത്തിൽ. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിക്കേ, 543ഓളം കോൺസ്റ്റിറ്റ്യുവൻസീസ് FPTP സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ PR സിസ്റ്റത്തിൽ കമ്പാരിറ്റീവ്ലി ലാർജ് ആയ രീതിയിലാണ് നമുക്ക് കാണാം.
ആൻഡ് FPDP സിസ്റ്റത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു റെപ്രസെന്റേറ്റീവിനെ തിരഞ്ഞെടുക്കുമ്പോൾ PR സിസ്റ്റത്തിൽ നിന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിന്ന് ഒന്നിലധികം ആളുകളെ തിരഞ്ഞെടുക്കും. FPDP സിസ്റ്റത്തിൽ വോട്ട് കാൻഡിഡേറ്റും ചെയ്യുമ്പോൾ PR സിസ്റ്റത്തിൽ വോട്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിനായിരിക്കും. FPDP സിസ്റ്റത്തിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഉണ്ടായാൽ മതി. അതേപോലെ വിന്നിംഗ് കാൻഡിഡേറ്റ് മെജോറിറ്റി കിട്ടണം എന്നുള്ള നിർബന്ധമില്ല. പക്ഷേ PR സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് കാൻഡിഡേറ്റിന് എന്ത് ചെയ്യണം? മെജോറിറ്റി വോട്ട് തന്നെ കിട്ടണം, എന്നാലേ ഇലക്ഷനിൽ വിജയിക്കുകയുള്ളൂ. FPDP സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് എ പാർട്ടി മേ ഗെറ്റ് മോർ സീറ്റ് ദാൻ വോട്ട്സ് ഇൻ ലെജിസ്ലേച്ചർ, ബട്ട് PR സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് പ്രപ്പോർഷൻ ടു ദ പെർസെന്റേജ് ഓഫ് വോട്ട്സ്, വോട്ടിന് ആനുപാതികമായ രീതിയിൽ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന അതാണ്, ആനുപാതിക പ്രാതിനിധ്യ രീതിയാണ്. ആൻഡ് നമ്മുടെ ലോക്സഭ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഈ ഒരു ഇലക്ഷൻ, ഈ ഒരു ഡയറക്റ്റ് ഇലക്ഷൻ ഒക്കെ നമ്മുടെ FPDP സിസ്റ്റം എന്ന് പറയും. PR സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. നമ്മളെ രാജ്യസഭ, അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവരുടെ ഇലക്ഷൻ ഒക്കെ നമുക്ക് FPDP സിസ്റ്റം അല്ല, PR സിസ്റ്റം ആണ്. ഇത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. ക്ലിയർ? ഓക്കെ. അടുത്ത ചോദ്യം മക്കളെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്തിലെ ആളുകളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബേസിക് ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മള് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് എന്തൊക്കെ പവേഴ്സ് ഉണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ പവർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ മേലെ എത്രയും വെച്ച് അധികാരമൊന്നും കാണിക്കാൻ പറ്റില്ല, അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാവരുടെയും ആസ്പിറേഷൻ ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഓരോരോ വ്യക്തികളുടെയും ഫണ്ടമെന്റൽ ഐഡന്റിറ്റിയുടെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്ന് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാൻ 73rd അമെന്റ്മെന്റ് വന്നതോടുകൂടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. ഇത് essay ക്വസ്റ്റ്യൻ ആയിട്ട് മക്കൾക്ക് വരും മക്കളെ. 73ാമത് ഭരണഘടന ഭേദഗതിന്റെ സമയത്ത്, ആ ഒരു ഭേദഗതി വന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്? ഡയറക്റ്റ് ഇലക്ഷൻ വന്നു. അതേപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റിൽ നമ്മളിപ്പം കാലാവധി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. SC ST അതേപോലെ സ്ത്രീകൾക്കും കൂടുതൽ റിസർവേഷനും കാര്യങ്ങളും വന്നു. ലോക്കൽ ബോഡീസിലേക്ക് ഇലക്ഷൻ നടത്താൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണം. അതേപോലെ തന്നെ അവിടുത്തെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഫിനാൻസ് കമ്മീഷനെയും അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഈ ഒരു 73rd അമെന്റ്മെന്റ് വന്നതോടുകൂടെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഫ്യൂഡൽ ലോഡ്സിനെ കുറിച്ച് എന്താണ്, ഒരു ജാതിയുടെ ബേസിലൊക്കെ കുറച്ച് ഡോമിനൻസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ ലിമിറ്റ് ചെയ്യുന്നതിന് കാരണമായി. ഓക്കെ. അപ്പൊ മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അടിപൊളിയായിട്ട് എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. അതേപോലെ തന്നെ സൂപ്പർ 60ലും ബൂസ്റ്ററിലും ഒക്കെ പങ്കെടുക്കാൻ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.